അപ്പോൾ വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എയർ ഡ്രയർ ക്ലേ ആണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് കോൺഫ്ലവർ, വൈറ്റ് ഗ്ലൂ, വിനീഗർ വേണം, പിന്നെ ഒരു കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ, ഏത് കളർലെസ് ഓയിൽ വേണ്ടിക്കും എടുക്കാം. ഇത് നമുക്ക് ചെയ്യാനായിട്ടൊരു പാൻ വേണം. ഞാനിവിടെ ഒരു കളയാൻ വെച്ചേക്കുന്ന പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കളയാൻ വെച്ച പാൻ തന്നെ എടുക്കണം. ഫുഡ് ഉണ്ടാക്കുന്ന പാനൊന്നും എടുക്കാൻ പാടില്ല. ഇത് ക്രാഫ്റ്റ് കോർണറിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എയർ ഡ്രയർ ക്ലേയിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം ഈ പാത്രം, കളയാൻ വെച്ചേക്കുന്ന പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു ഗ്ലൂ ആഡ് ചെയ്യണം. വൈറ്റ് ഗ്ലൂ ആണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ആ ഗ്ലൂ എനിക്ക് മെഷർമെൻറ്റിന് ഇതില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കിച്ചൺ സെറ്റ് ടോയ്സിലെ ഒരു പാത്രത്തിലാണ് കേട്ടോ കൊടുക്കുക. ഏതിലായാലും കുഴപ്പമില്ല. ഈ ഗ്ലൂ എടുത്ത പാത്രം തന്നെ ആയിരിക്കണം നമ്മൾ കോൺഫ്ലവർ എടുക്കുന്നത്. സെയിം ക്വാണ്ടിറ്റി തന്നെ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗ്ലൂ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുള്ളൂ. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗറാണ്. വിനീഗർ ഞാൻ ആദ്യം വലിയ സ്പൂണിൽ ഒഴിക്കാൻ ഓർത്തു. പിന്നെ ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, ഇത്ര മതി എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. വിനീഗർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്ലേ 6 മാസം വരെ കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വിനീഗർ യൂസ് ചെയ്യുന്നത്. അടുത്തത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ എന്തിനാ വെച്ചാൽ നല്ല സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഞാൻ പറഞ്ഞല്ലോ, ഏത് ഓയിൽ വേണ്ടിക്കും നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ഈ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യണം. കോൺഫ്ലവർ ഇടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഒരുമിച്ച് തട്ടരുത്. പകുതി കുറച്ച് ഇട്ടിട്ട് ഇളക്കി അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അത് ചിലപ്പം അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. കോൺഫ്ലവറും എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പെയിൻറ്റ് ആഡ് ചെയ്യാം. വൈറ്റ് പെയിൻറ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പെയിൻറ്റ് ആഡ് ചെയ്യാതിരുന്നത്. ഇനി ഞാൻ ആദ്യം ടൈമർ വെച്ചായിരുന്നു, പക്ഷേ ടൈമർ വെച്ചപ്പോൾ അതെന്തോ തെറ്റി 14 മിനിറ്റ്സ് ആയിപ്പോയി. അപ്പോൾ 6 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം ഒരു ലിക്വിഡ് പരുവത്തിൽ വളരെ ഇതായിട്ട് കിട്ടും. പിന്നെ അത് കുറച്ചൊരു 4 മിനിറ്റ്സ് ഒക്കെ ആകുമ്പം അത് കട്ടിയായിട്ട് വരും. കണ്ടോ, ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അന്നേരം കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കട്ടി പരുവത്തിലുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലേയുടെ ഇത് നമ്മൾ കോൺഫ്ലവർ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. കോൺഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ട് ഒരു പേപ്പറിൽ നല്ല രീതിയിൽ ചുറ്റി കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ റെഡി.